ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. ജാഗരൂകരായിരിക്കേണ്ടതിന് തൻ്റെ ശിഷ്യന്മാർക്ക് 2 ഉപമകളിലൂടെ നിർദ്ദേശം നൽകുകയാണ് യേശുനാഥൻ. ഒന്നാമത്തെ ഉപമ ഒരു വീട്ടുടമസ്ഥൻ്റെ ഉപമയാണ്. കള്ളൻ ഏത് സമയത്താണ് വരുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ ആ യജമാനൻ ജാഗ്രതയുള്ള മനുഷ്യനായിരിക്കുന്നത് പോലെ നിങ്ങളും കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കണം എന്ന് ശിഷ്യന്മാരോട് യേശുനാഥൻ പറയുകയാണ്. രണ്ടാമത് യേശുനാഥൻ പറയുകയാണ്, ഒരു യജമാനൻ പുറത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ നോക്കുന്നതിന് ഒരു ഭൃത്യനെ ഏൽപ്പിക്കുകയാണ്. ആ ഭൃത്യൻ ദാസന്മാരെ സംരക്ഷിക്കണം. മറിച്ച് യജമാനൻ വരുന്നത് വൈകുന്നു എന്ന് കരുതി ആ ദാസന്മാരെ ദ്രോഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യജമാനൻ ഏത് സമയത്ത് വരുമെന്നറിയില്ല. വന്നു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ദുഷ്ടത ചെയ്യുന്ന മനുഷ്യനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ പറ്റും. ആദ്യം കുടുംബത്തെ സംരക്ഷിക്കുന്ന ആ കുടുംബനാഥൻ, അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ജാഗ്രതയെക്കുറിച്ചാണ്. അതായത് യേശുനാഥൻ വരുമെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ സ്വയം ജാഗ്രതയുള്ള മനുഷ്യരായിരിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി വിശുദ്ധീകരിച്ച് കാത്തു സൂക്ഷിച്ചിരിക്കണം. രണ്ടാമത്തേത് ഭൃത്യന്മാരെ യജമാനൻ ഏൽപ്പിച്ചു കൊണ്ടുപോയ ദാസരെ സംരക്ഷിക്കേണ്ട ഭൃത്യൻ. അപ്പോൾ എനിക്ക് എൻ്റെ മാത്രം ചുമതലയല്ല, എൻ്റെ കൂടെയുള്ള കുടുംബത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഇവരെ കൂടെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കുന്ന മനുഷ്യനാകാതെ മറ്റുള്ളവരുടെ കാര്യത്തിലും അവരുടെ നന്മയിലും അവരുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിലും ജാഗ്രതയുള്ള മനുഷ്യനെ ഞാൻ കാത്തിരിക്കണം. യേശുനാഥൻ ആഗ്രഹിക്കുന്ന അതാണ്. എപ്പോൾ വേണമെങ്കിലും യജമാനൻ വരാം. അപ്പോൾ ഞാൻ ഈ ജാഗ്രതയുള്ള മനുഷ്യനായിരിക്കണം, കാത്തിരിക്കണം. എനിക്കെപ്പോഴും ഒരു തുറവി ഉണ്ടായിരിക്കണം, എന്നോടും ഉണ്ടായിരിക്കണം, എൻ്റെ കൂടെയുള്ള മനുഷ്യരോടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ ആദിമ ക്രൈസ്തവരിടയിൽ യേശുനാഥൻ രണ്ടാമത് വളരെ പെട്ടെന്ന് വരുമെന്ന് കരുതി പലരും ഭയന്നിട്ട് ക്രൈസ്തവരായി ജീവിച്ചവരുണ്ടായിരുന്നു. എന്നാൽ യേശുനാഥൻ വരാൻ വൈകുന്നു എന്ന് മനസ്സിലാക്കിയ ഈ മനുഷ്യർ, അതായത് ഈ ഭയപ്പാടിൽ ക്രൈസ്തവരായി തീർന്ന മനുഷ്യർ പതുക്കെ തങ്ങളുടെ ജീവിത രീതികൾ മാറ്റാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന മറ്റു മനുഷ്യരെ പോലെ ദുഷ്ടതയിലും തിന്മയിലും ഒക്കെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവരങ്ങനെ ജീവിക്കാനുള്ള കാരണം തന്നെ ക്രിസ്തു വരാൻ വൈകുന്നു എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ ഉപമ അവർക്ക് നൽകിയ ഒരു വലിയൊരു തീക്ഷ്ണതയുണ്ട്. യേശുനാഥൻ എപ്പോൾ വേണമെങ്കിലും വരാം. അതുമാത്രമല്ല, ഈ ഭയപ്പാടിനെ കരുതിയല്ല ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റേണ്ടത്. ഞാൻ എൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ കരുതി കൂടെയാണ് എൻ്റെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ 2ാം വരവ് മാത്രമല്ല ഇവിടെ സൂചനയിലുള്ളത്, മനുഷ്യൻ്റെ മരണം എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. അപ്പോൾ ആ മരണത്തെ കൂടെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്രമപ്പെടുത്തലുകൾ നടത്തണമെന്നാണ്. ഞാൻ എന്നെ തന്നെ ക്രമപ്പെടുത്തണം, എൻ്റെ കൂടെയുള്ള മനുഷ്യരെയും ഞാൻ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. ഞാൻ ഈ മറ്റുള്ള മനുഷ്യരെ കണ്ട് അവരുടെ ജീവിതത്തെ കണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന മനുഷ്യരാവരുത്. ഞാൻ എൻ്റെ ക്രിസ്തുവിനെ എപ്പോഴും മുഖാമുഖം ദർശിക്കുമെന്നുള്ള ചിന്തയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ ത്വരിതപ്പെടുത്തുകയും മാറ്റുകയും ചെയ്യണം എന്നാണ് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ മോനിക്ക പുണ്യവതി, വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മയാണ്. വിശുദ്ധ മോനിക്കയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് അഗസ്റ്റിൻ്റെ പുസ്തകങ്ങളിലൂടെയാണ്. ഈ മോനിക്ക, അഗസ്റ്റിൻ വളരെ തിന്മ നിറഞ്ഞ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശ്വസ്തതയോടെ, അഗസ്റ്റിൻ്റെ അമ്മ മാത്രമാണ് ക്രൈസ്തവ മതം സ്വീകരിച്ചിരുന്നത്. അഗസ്റ്റിൻ്റെ അപ്പനും സഹോദരങ്ങളും ഒക്കെ മറ്റു മതത്തിൽപ്പെട്ട മനുഷ്യരായിരുന്നു. പക്ഷേ ഈ അമ്മ എപ്പോഴും ആ ക്രിസ്തു മതത്തിന് യോജിച്ച രീതിയിൽ സ്വന്തമായി ജീവിച്ചുകൊണ്ട് ഈ മകൻ്റെയും അപ്പൻ്റെയും മക്കളുടെയും ജീവിത നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എപ്പോഴും മോനിക്ക കരഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അംബ്രോസ് മോനിക്കയ്ക്ക് കൊടുത്തൊരു ധൈര്യമുണ്ട്, കണ്ണുനീരിൻ്റെ പുത്രൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല, നിൻ്റെ പ്രാർത്ഥന ഒരിക്കലും പാഴാവുകയില്ല. അപ്പോൾ മോനിക്ക കാത്തിരിക്കാൻ തയ്യാറായിരുന്നു. അഗസ്റ്റിൻ്റെ മാനസാന്തരം വരെയും അവൾ പ്രാർത്ഥിച്ചു. അല്ലാതെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, എൻ്റെ തമ്പുരാനെ കാണാനില്ല എന്ന് കരുതി അവൾ ജീവിതത്തെ മാറ്റിയവളല്ല. അവൾ എപ്പോഴും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇടവിടാതെയുള്ള അവളുടെ പ്രാർത്ഥന അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിൽ കൊണ്ടെത്തിക്കുകയും അഗസ്റ്റിൻ തിരുസഭയിൽ തന്നെ വലിയൊരു വിശുദ്ധനായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ അമ്മയുടെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനും എൻ്റെ ജീവിതത്തെ നവീകരിക്കാനും ഞാൻ തയ്യാറാണ്. കാരണം ഏത് സമയത്തും ക്രിസ്തു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടെ, ബോധ്യത്തോടുകൂടെ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും വിശുദ്ധിയോടെ ജീവിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.